ഫുൾ ടൈം ജോലി ചെയ്യുന്ന നമുക്കൊക്കെ ഒരു എക്സ്ട്രാ സ്ട്രീം ഓഫ് ഇൻകത്തിൻ്റെ ആവശ്യം വന്നാൽ നമ്മൾ എന്തോ ചെയ്യുന്നത്, നമ്മളൊരു ഓവർ ടൈം ഷിഫ്റ്റ് പിക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ജോലി ചെയ്യും അല്ലേ. അതൊക്കെ നല്ലതാണ്, നമുക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതും അതിൽ നിന്ന് നല്ല ഇൻകം കിട്ടുകയും ചെയ്യും. പക്ഷെ അതിൽ നമുക്ക് നഷ്ടമാകുന്ന നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫും ഹെൽത്തും ആയിരിക്കും അല്ലേ. നമ്മൾ അതിൽ നിന്നുള്ള ഫിസിക്കൽ ഡിമാൻഡ്സും മെൻ്റൽ സ്ട്രെസ്സും ഒക്കെ കാരണം തന്നെ ഇവൻച്വലി നമ്മുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ടൈം കമ്മിറ്റ്മെൻറ്റ് കുറവുള്ളതും നല്ല ഫ്ലെക്സിബിലിറ്റി ഉള്ളതും ഫിസിക്കൽ സ്ട്രെസ്സ് കുറവായിട്ടുമുള്ളതും, ഫിസിക്കൽ സ്ട്രെസ്സ് ആക്ച്വലി തീരെ ഇല്ലാത്തതുമായിട്ടുള്ള ഒരു സൈഡ് ബിസിനസ്സിനെ പറ്റിയാണ്. എൻ്റെ പേര് ബിന്ദു, ഞാൻ ഫിലഡൽഫിയയിലാണ് താമസിക്കുന്നത്. പ്രൊഫഷണലി ഒരു നേഴ്സാണ്. നേഴ്സ് മാനേജറായിട്ട് ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാനൊരു പ്രൗഡ് ഡിജിറ്റൽ ബിസിനസ് ഓണർ ആൻഡ് കൺസൾട്ടൻറ്റ് കൂടിയാണ്. നമുക്ക് എപ്പോഴാണ് എക്സ്ട്രാ സ്ട്രീം ഓഫ് ഇൻകത്തിൻ്റെ ആവശ്യമില്ലാത്തത്? നമുക്ക് ഒരു സേവിങ്സിന് വേണ്ടിയിട്ടാണെങ്കിലും, അല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ കോളേജ് എഡ്യൂക്കേഷന് സഹായിക്കാനോ, ഒരു ഏർലി റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടോ, അല്ല നമുക്ക് ഇഷ്ടമുള്ള ട്രാവലിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെ ആയിട്ട് നമുക്ക് എപ്പോഴും ഒരു സേവിങ്സിൻ്റെ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ സ്ട്രീം ഓഫ് ഇൻകത്തിൻ്റെ ആവശ്യമുണ്ട്. അത് നമുക്ക് ഹെൽത്ത് ഉള്ളപ്പം തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു റീസോഴ്സ് സെക്യൂർ ചെയ്യുന്നത് നല്ലതല്ലേ. ഞാനും നിങ്ങളെപ്പോലൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ ഓരോ ആവശ്യങ്ങൾ വരുന്നുണ്ടേ. ഓവർ ടൈം പിക്ക് ചെയ്യായിരുന്നു പതിവ്. അങ്ങനെ കുറച്ചുനാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ ഫാമിലിയോടൊപ്പമുള്ള എൻ്റെ സമയത്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതൊക്കെ എൻ്റെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ ഇച്ചിരി ടൈം കമ്മിറ്റ്മെൻറ്റ് കുറവുള്ള ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു സൈഡ് ബിസിനസ്സിനെ പറ്റിയൊക്കെ ഒന്ന് റീസെർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി കണ്ടത്. എന്നിട്ട് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ദാറ്റ് ഈസ് ദ ട്രൂ ബ്ലെസ്സിങ് ഫോർ മീ. ഈ പ്ലാറ്റ്ഫോമിനെ പറ്റി പറയുകയാണ്, ടൈം കമ്മിറ്റ്മെൻറ്റും ഫിസിക്കൽ സ്ട്രെസ്സും ഒക്കെ കുറവാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ടുന്ന ടൂൾസ് ആൻഡ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ, നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും സക്സസ്ഫുള്ളി റൺ ചെയ്യാനും വേണ്ടിയിട്ടുള്ള എല്ലാ ടൂൾസും പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ 7 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് ഗ്ലോബൽ ഓഡിയൻസ് റീച്ച് കിട്ടും. ഇതിൽ താല്പര്യമുള്ളവർ നമ്മളെ ഇങ്ങോട്ട് നമുക്ക് റീച്ച് ഔട്ട് ചെയ്തോളൂ. ഡയറക്റ്റ് സെല്ലിംഗ് ഇല്ല, സ്റ്റോക്ക് കീപ്പിംഗ് ഇല്ല, നിങ്ങൾ ടെക്സാവി ആയിരിക്കേണ്ട കാര്യവുമില്ല, പ്രീവിയസ് ബിസിനസ് എക്സ്പീരിയൻസിൻ്റെ ആവശ്യവുമില്ല. ട്രഡീഷണൽ ബിസിനസ്സിനെ വെച്ച് നോക്കുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റും കുറവാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ, ഈ ബിസിനസ്സിനെ പറ്റി കേട്ടപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെയ്യാനുള്ള താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് റീച്ച് ഔട്ട് ചെയ്യുക. ഞാനായിരിക്കും നിങ്ങളുടെ ഡയറക്റ്റ് മെൻറ്റർ. ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾ ഈ ലേൺ മോഡ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേരും ഇമെയിൽ ഐ ഡിയും രജിസ്റ്റർ ചെയ്താൽ എൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വെബിനാർ ഇൻഫർമേഷൻ കിട്ടുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ചേഞ്ച് വേണമെന്ന് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് എന്തെങ്കിലും നമ്മൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തേ പറ്റത്തുള്ളൂ അല്ലേ. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ സക്സസ്സിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ആകട്ടെ. ഹോപ്പ് ടു ടോക്ക് ടു യു സൂൺ.